ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒളിമ്പ് ട്രേഡ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയി ഈ ഒളിമ്പ് ട്രേഡ് എന്ന വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാതെ അതുപോലെ അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൂടാതെ നല്ല ക്യാഷ് ഈ വെബ്സൈറ്റിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബിറ്റ് കോയിൻ, ഈതറിയം പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും ഈ വെബ്സൈറ്റിലൂടെ സാധിക്കുന്നതാണ്. വളരെ കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയതിനാൽ നിങ്ങൾക്ക് 100% ഇതിനെ വിശ്വസിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതും ഈ വെബ്സൈറ്റ് പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ 24/7 കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രീ ആയി ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല ക്യാഷ് ഉണ്ടാക്കുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനി മുതൽ നമുക്ക് യൂട്യൂബിൽ പ്രൈവറ്റ് ആയിട്ട് ബ്രൗസ് ചെയ്യാൻ സാധിക്കും. അതിന് ഇൻകാഗ്നേറ്റോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻകാഗ്നേറ്റോ എന്താണെന്ന് മുമ്പേയൊക്കെ അറിയായിരിക്കും. അതായത് നമ്മൾ ബ്രൗസറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്രോം ബ്രൗസറും അതുപോലെ തന്നെ UC ബ്രൗസറും മോസില്ലയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇൻകാഗ്നേറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഒരു ഇൻകാഗ്നേറ്റോ മോഡിൽ കയറുവാണെങ്കിൽ നമ്മൾ ആ ബ്രൗസറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ എവിടെ പോയി എന്തൊക്കെ കാര്യങ്ങൾ തെരഞ്ഞു അതൊക്കെ നമ്മൾ ഇൻകാഗ്നേറ്റോ മോഡ് ക്ലോസ് ചെയ്യുന്നതോടെ പോവായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഇൻകാഗ്നേറ്റോ മോഡ്. നമുക്ക് ആ ഇൻകാഗ്നേറ്റോ മോഡ് ഓൺ ചെയ്തിട്ട് യൂട്യൂബിൽ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്താലും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ കണ്ടാലും വീഡിയോ ലൈക്ക് ചെയ്താലും നമ്മൾ ആ ഇൻകാഗ്നേറ്റോ മോഡ് ക്ലോസ് ചെയ്യുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആയി പോകുന്നതാണ്, അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നതാണ്. സോ നിങ്ങൾക്ക് ഇനി മറ്റാരെങ്കിലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും. സോ അത് ഈ ഇൻകാഗ്നേറ്റോ മോഡിലൂടെ കയറി ചെയ്തതിന് ശേഷം ഇൻകാഗ്നേറ്റോ മോഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് യൂട്യൂബൊക്കെ ഓപ്പൺ ആക്കി ആ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ തൊട്ട് മുമ്പേ അല്ലെങ്കിൽ ആദ്യമേ സെർച്ച് ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് എന്തായാലും ആ ഒരു കാര്യം പരിഹരിച്ചിട്ട് നമുക്ക് ഒരു ഇൻകാഗ്നേറ്റോ എന്ന് പറയുന്ന ഫീച്ചർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.